ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഋതിക മാഡത്തിനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഞാൻ അങ്ങ് നാടുവിടാം. എന്നിട്ട് വല്ലയിടത്തും പോയി ജീവിക്കാം. ഈ രമ്യയുടെ ശല്യം സഹിക്കാൻ പറ്റുന്നില്ല. ബാക്കിയുള്ള ഞങ്ങളുടെ എല്ലാ സ്വത്തിന്റെ അവകാശി രമ്യയല്ലേ? എന്റെ മോനെ, അത് മുഴുവനും എഴുതി വാങ്ങിച്ചിട്ട് ആഘോഷപൂർവ്വം പുട്ടടിച്ച് ജീവിച്ചൂടെ? നിങ്ങൾ ഇടയ്ക്ക് കയറി വളാന്ന് പറഞ്ഞ് കാര്യങ്ങൾ ചണമാക്കല്ലേ. അവരളിയനെ ബ്രെയിൻ വാഷ് ചെയ്യല്ലേ? എന്താ എന്താന്ന് വൈറ്റ് ഭാഷ? അല്ല, വാഴപ്പിണ്ടി. അമ്മ മോനെ ഒന്നും മിണ്ടാതിരിക്കോ? ആന്റി സംസാരിക്കല്ലേ? അതുകൊണ്ട് രാജു ഒരു ഉറച്ച തീരുമാനം എടുത്ത് ഇപ്പൊ തന്നെ എന്നോട് പറയണം. നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാം രാജു. അത് കണ്ട, എന്തോ ഒരു തങ്കപ്പെട്ട കൊച്ച്, എന്തോ ഒരു ആത്മാർത്ഥത. നീയൊക്കെ ഇത് കണ്ടുപഠിക്കടാ. രാജു സമ്മതിച്ചെന്ന് പറയേ രാജു. കഷ്ടം. ഇവിടെ എന്താ പഞ്ചായത്ത് കമ്മിറ്റിയോ? പോര് പോര്, ഇനി ഇവിടെ നിൽക്കുന്നത് ആപത്താ. നീയാണോടാ ഇവിടുത്തെ കലാപരിപാടികളുടെ കമ്മിറ്റി കൺവീനർ? വാടക വീടായിരിക്കും, പക്ഷേ ഇവിടുത്തെ കുടുംബനാഥൻ ഞാൻ തന്നെ. അതാരും മറക്കരുത്. ഈ വീടൊരു മരണ വീട് പോലെ ആയല്ലോ ദൈവമേ. ഞാൻ എന്ത് ചെയ്യും? എനിക്ക് വിശന്നിട്ട് വയ്യായേ. എനിക്ക് വിശക്കുന്നേ. എനിക്ക് ആരെങ്കിലും ഫുഡ് തരണേ. എനിക്ക് വിശക്കുന്നേ. എനിക്ക് ആഹാരം തരണേ. ഇവര് വിശന്നിട്ട് നമ്മളെയൊക്കെ പിടിച്ച് വിഴുങ്ങുമെന്ന് തോന്നണത്. എനിക്ക് വിശന്നിട്ട് വയ്യായേ. എനിക്ക് വിശക്കുന്നേ. ഒരു സ്വസ്ഥതയില്ലല്ലോ എന്റെ ദൈവമേ. ഈ കുരുക്കിൽ നിന്ന് ഞാൻ എങ്ങനെ രക്ഷപ്പെടും? നാളത്തെ കാര്യം രാജുവിനോട് ചോദിക്കണ്ടേ? ചോദിക്കാം. നാളെ അമ്പലത്തിൽ വരുമല്ലോ അല്ലേ? ഋതിക മാഡത്തിന്റെ മെസ്സേജ് ആണല്ലോ. നാളെ അമ്പലത്തിൽ
അമ്പലത്തിൽ വരുമല്ലോ അല്ലേ? അമ്പലത്തിൽ പോണോ? വർമ്മ സാറ് വിളിച്ച് പറയുകയും ചെയ്തല്ലോ. എന്ത് ചെയ്യും? ശ്ശേ, ആകെ കൺഫ്യൂഷനിലായല്ലോ. എന്റെ രാജു ഇപ്പൊ ഉറങ്ങിക്കാണോ? നീ ഉറങ്ങിയോടാ? ഉഫ്, ദൈവമേ, അടുത്തത് രമ്യയുടെ മെസ്സേജ്. ഇത് വലിയ ശല്യമായല്ലോ. ഋതിക മേഡത്തിനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഞാൻ അങ്ങ് നാടുവിടാം. എന്നിട്ട് വല്ലയിടത്തും പോയി ജീവിക്കാം. ഈ രമ്യയുടെ ശല്യം സഹിക്കാൻ പറ്റുന്നില്ല. ഉഫ്. അമ്മേ മഹാമായേ, അമ്മേ ദേവി, രാജു എത്രയും പെട്ടെന്ന് വന്നേക്കണേ. ദേവി മഹാമായേ, സർവേശ്വരി, എന്റെ കുഞ്ഞിന്റെ കല്യാണം ഒരു കുഴപ്പം കൂടാതെ നടത്തിയേക്കണേ. എന്റെ ദേവി, രാജു എന്താ ഇത്ര വൈകുന്ന? ഒന്ന് പെട്ടെന്ന് വരണേ. മോളെ, രാജുവിനെ കാണാത്തോണ്ടാണോ ഇത്രയും ടെൻഷൻ? അമ്മമ്മ, അതിനെന്തിനാ മോൾ ഇത്രയും ടെൻഷൻ അടിക്കുന്നേ? നമ്മൾ അമ്പലത്തിലല്ലേ നിൽക്കുന്നത്. എല്ലാം ദേവിക്കറിയാം. രാജു ഇപ്പൊ വരും. അവൻ വന്നിട്ട് നമുക്ക് അകത്തേക്ക് കയറാം. നമുക്കേ വഴിപാടിനുള്ള രസീത് എടുക്കാം. മോളുവാ. ഒരു വഴിപാടുണ്ട്. പെരുന്നാളും പറഞ്ഞോളൂ. ഋതിക വർമ്മ. മോളെ, പൈസ. ദേ രാജു വന്നല്ലോ.